19ാം നൂറ്റാണ്ട്. അതിലൊരു ഗംഭീരമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആയോധന കലകളൊക്കെ അഭ്യസിച്ചുള്ള ഒരു യോദ്ധാവായിട്ടൊക്കെയാണ് വേഷമിട്ടത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന് വലിയ എഫേർട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ എനിക്കും പല കാര്യങ്ങളും പഠിക്കാം. അല്ല, അതില് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ലാസ്റ്റ് 8 മിനിറ്റാണ്. സുപ്രീം സുന്ദറാണ് അത്. ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ ആള്. ഒരു വെള്ളത്തിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ വിനയൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, നമ്മൾ ശ്രമിക്കണം, പക്ഷെ ചിലപ്പോൾ നടക്കില്ല, എന്നാലും ശ്രമിക്കാന്ന് പറഞ്ഞു. ആകെ 3 മിനിറ്റ് ആ ഫൈറ്റ് ഉള്ളൂ കേട്ടോ. 8 മിനിറ്റ് ഉള്ളൂ. അതില് വളരെ കുറച്ച് എനിക്കുള്ളൂ. പക്ഷെ അതിനു വേണ്ടി ട്രെയിൻ ഇപ്പൊ ഇതിനു വേണ്ടിയാണ് ഈ ചെയ്തതെന്ന് ഞാൻ അങ്ങനെ കുറ്റബോധമില്ല. കാരണം എൻ്റെ ജീവിതത്തിന് അത് ഗുണം ചെയ്തു, മനസ്സിലായില്ലേ? ഇപ്പൊ പല കാര്യങ്ങളിലും അത് എനിക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാനും അത് ഇപ്പൊ ഞാൻ ഈ 2 ഫൈറ്റിന് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയൊന്നും എനിക്കുണ്ടായില്ല. കാരണം എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടി ശാരീരികമായിട്ടൊക്കെ. കംപ്ലീറ്റ് ചെയ്ത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ ദിനേട്ടാ? ഞാൻ ഇത്രയും ശരിക്കും പറഞ്ഞ കുറെ നാളുകൾ ഇതിൽ വർക്ക് ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ പ്രൊഡ്യൂസർ ഗോവലൻ ചേട്ടനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത്രയും നാൾ വർക്ക് ചെയ്ത് കാശൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ടിനി വേണമെങ്കിൽ വന്നൊരു ചിട്ടിയിൽ ചേർന്നോളെ. അന്ന് ഫസ്റ്റ് ഞാൻ ചേർന്നെങ്കിൽ ഇപ്പൊ എനിക്ക് കിട്ടിയാനെ. ഞാൻ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പം അത്ഭുത ദ്വീപ് സിനിമയുടെ അവസാനം കുറെ രാക്ഷസന്മാർ വരുന്നുണ്ടല്ലോ, വലിയ രാക്ഷസന്മാര്. ആ രാക്ഷസന്മാർക്ക് മുഴുവൻ ശബ്ദം കൊടുത്തേക്കുന്നത് ഈ ടിനി ചേട്ടനാ. ഓ എന്ന് പറഞ്ഞ് തിയേറ്ററിൽ ഇരുന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേ പല്ലേലൊക്കെ ചോരയായിട്ട് എല്ലാരും ഓടിച്ചിട്ട് പിടിച്ച് ഒരു രാക്ഷസന് നല്ല പരിചയം, പക്ഷെ മുഖം വേറെ ആളാണ്. ഈ രാക്ഷസന് എനിക്ക് മനസ്സിലായല്ലോ. ബാക്കി അജയൻ ചേട്ടനെ പക്രുചേട്ടനെ അവരൊക്കെ എനിക്ക് എല്ലാരും അറിയാം. ഈ രാക്ഷസനെ എനിക്ക് മുഖപരിചയമില്ല, നല്ല പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ടിനി ചേട്ടനാ. അത് ഈ പക്രു തന്നെ ചെയ്യിപ്പിച്ച പരിപാടിയാണ്. എടാ നിനക്ക് സിനിമ ചാൻസ് വേണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയിട്ട് ഉള്ള ഈ 8 അടി പൊക്കമുള്ള കാലത്ത് മുതൽ തൊണ്ട ഒരു ഡബിങ് കാണിച്ച് പോയി ചെയ്യൂല. എന്നിട്ട് ഇത് കൂടാണ്ട് ഈ ആൾക്കാരെല്ലാം നമ്മൾ കൊണ്ടുപോയി ചെയ്യണം. കേരളത്തിൽ ഒരറ്റം മുതൽ ഈ അറ്റം വരെ കൊണ്ടുവരാൻ പറഞ്ഞ് ഈ ചെറിയ ആൾക്കാരെ എല്ലാവരും കൂടി കയറ്റിയിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പേര് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ കുറെ ആൾക്കാർ, ചെറിയ ആൾക്കാർ ഇങ്ങനെ വരാണ്. എന്റെ വണ്ടിയിലാണ് കയറ്റി കൊണ്ടുപോകേണ്ടത്. അപ്പൊ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ നോക്കിക്കാണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയി വന്നപ്പോ അപ്പൊ ഓട്ടോക്കാർ പറഞ്ഞു താൻ ഇവരുടെ ആളാണല്ലോ, ഇവരൊക്കെ എടുത്ത് വളർത്തിക്കൊണ്ട് ഇങ്ങനെ സിനിമയിൽ. അതായത് പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായിട്ടാ. നമ്മളന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്നത് ജോലി ചിലപ്പോൾ നമ്മൾ ഫേസ് വരില്ലായിരിക്കും, ഇത് വരില്ലായിരിക്കും. അതിലൂടെ എനിക്ക് കണക്ഷൻ കിട്ടി. വിനയൻ സാറിന്റെ ഒരുപാട് പടങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റി. എത്ര ചിത്രങ്ങളിൽ ഇതിനോട് അഭിനയിച്ചിട്ടുണ്ട്? അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ചെറുപ്പം ഏകദേശം ഒരു 100 തന്നെ ചെയ്തിട്ടുണ്ടാവും ഞാൻ. ഞാനൊരു ദിവസം ധർമ്മന്റെ വീടിന്റെ അതിലേ പോയപ്പം ഈ വണ്ണമുള്ളൊരു തടി, ഈ വണ്ണമുണ്ട് തടിക്ക് ഇവിടം തൊട്ട് അവിടം വരെ നീട്ടമുണ്ട്. അതായത് നരൻ സിനിമയിൽ ലാലേട്ടനൊക്കെ പിടിക്കുന്ന തടിയേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു തടി അവിടുന്ന് ഇവിടം വരെ ഉണ്ട്. ഇതും തോളെ വെച്ചോണ്ട് ധർമ്മഞ്ഞ് നിൽക്കുക. അവന്റെ വീടിനടുത്ത് അതും തോളെ വെച്ചോണ്ട് നിൽക്കുക. ഞാൻ ചെന്ന് ചോദിച്ച് കുറെ നേരം വർത്താനം പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് സംശയമുണ്ട്, ഈ വടി എന്തിനാ ഇവന്റെ തോളത്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. വലിയ പിറക ഇത്ര കൊണ്ട് വെച്ചിട്ട് ഞാൻ കത്തിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. കുറെ നേരം മിണ്ടി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നീ എവിടെ പോണേന്ന് വെച്ചപ്പോഴേ ഞാൻ ചൂണ്ടയിടാൻ പോവാന്ന്. അവനാ ചൂണ്ടയുടെ വടിയാന്നേ അത്. അതിന്റെ അറ്റത്തൊരു ടങ്കീസും കെട്ടി ഒരു കൊളുത്തുകൊണ്ട് ഇത്ര ഉള്ളൊരു വിറക് ആരേലും കൊണ്ടുപോയി ചൂണ്ടയിടാനായിട്ട് ചെറിയ ഒറ്റ കൈക്ക് പിടിക്കാതെ. അത് അവൻ പിടിച്ചപ്പോഴായിരിക്കും, നമ്മൾ പിടിച്ചാൽ ചിലപ്പോൾ ഒരു കമ്പാർട്ട് തന്നെ ഇല്ലെന്നേ. ചൂണ്ടയ്ക്ക് നമ്മൾ മറ്റേ പനയുടെ കണയല്ലേ വെക്കുള്ളൂ, കനമില്ലാത്തല്ലേ വെക്കുള്ളൂ. ഇത് 2 പേര് വാർക്കയ്ക്ക് മുട്ടുവെക്കുന്ന ഒരു കമ്പിൽ ടങ്കീസും കെട്ടിയിട്ട് ചൂണ്ടയിടാൻ വേണ്ടി പോയേക്കുവാ.